സമയം 12:30 കഴിഞ്ഞു. നല്ല വിശപ്പ്. ഒരു ബിരിയാണി വാങ്ങിച്ച് കഴിച്ചാലോ എന്നാണ് ആലോചിക്കുന്നത്. ഇവിടെ അടുത്ത് ഒരു കടയിൽ നല്ലൊരു ബിരിയാണി കിട്ടുന്ന ഒരു കടയുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഞാൻ പോയി ബിരിയാണി മേടിച്ചുകൊണ്ട് വരാം. മേടിച്ചുകൊണ്ട് വന്നിട്ട് നമുക്ക് കാണാം. ഓക്കെ. അങ്ങനെ ബിരിയാണി വാങ്ങിച്ച് വന്ന് കഴിക്കാനായിട്ടേ ബിരിയാണിയൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് മക്കളെ മൊത്തം ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ സാധനം. അതുകൊണ്ട് കടയുടെ പേര് ചായ വഞ്ചി എന്നാണ് കടയുടെ പേര്. ഒരു ബിരിയാണിക്ക് 170 രൂപ, ഒരിതിന് 170 രൂപ. അതിൻ്റെ കൂടെ സാലഡ്, പിന്നെ അച്ചാർ, ബീട്രൂട്ട് അച്ചാർ. എന്തായാലും കഴിച്ചു നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഇതൊരു മണോടെ കിട്ടിയ മണം ബിരിയാണിയുടെ. ആ ക്വാണ്ടിറ്റി നോക്ക്, ഇതിൻ്റെ ക്വാണ്ടിറ്റി നോക്ക്. അന്യായ ക്വാണ്ടിറ്റിയാണ് സാധനം. 170 രൂപ. ഇനി ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ സാധനം എങ്ങനെ ഉണ്ടെന്ന്. കിടിലൻ ടേസ്റ്റ്, അടിപൊളി. ചിക്കൻ പീസ് നല്ല വലിയ പീസ്, നല്ല മുത്തുക്ക് കാണാം. ചിക്കൻ പീസ് എത്ര എണ്ണം ഉണ്ടോ നോക്കട്ടെ. ആഹാ, ലെഗ് പീസ് രണ്ട് പീസ് ചിക്കൻ. ആഹാ, മുട്ട. കിട്ടില്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ കിട്ടില്ല ടേസ്റ്റ് കേട്ടോ. അത് തലശ്ശേരി ദം ബിരിയാണി. സാലഡ്, ഞാൻ പിന്നെ അച്ചാർ കഴിക്കത്തില്ല. അച്ചാർ കഴിക്കാത്തതുകൊണ്ട് ഇത് ബീട്രൂട്ട് അച്ചാറാണ്. അപ്പം ഞാൻ അച്ചാർ കഴിക്കാറില്ല, അതുകൊണ്ട് ഞാൻ എടുക്കുന്നില്ല. അടിപൊളി കേട്ടോ, കിട്ടില്ല. എനിക്ക് ലെഗ് പീസ് ഭയങ്കര ഇഷ്ടമാണ്. കറക്റ്റായിട്ട് ആ ബിരിയാണിയുടെ അകത്ത് ലെഗ് പീസ് തന്നെ ഉണ്ടായിരുന്നു. $170 കൊള്ളാം. സംഭവം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട്. അതുപോലെ തന്നെ ഇതിലെ ചിക്കൻ പീസൊക്കെ ഉണ്ടല്ലോ, നല്ല സോഫ്റ്റാണ്. നല്ല സോഫ്റ്റ് ഇറച്ചി, ഫ്രഷ്. മുട്ടയായിരുന്നാലും അതിന് നല്ലൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. കൊള്ളാം, നല്ലതാണ്. ചായ വഞ്ചി എന്ന് പറയുന്ന കടയിലാണ് ഇവിടെ, കഴക്കൂട്ടം ടെക്നോ പാർക്കിൻ്റെ അടുത്താണ്.
സാലഡും ഒക്കെ ഇട്ട് കഴിക്കാൻ എന്തൊരു ടേസ്റ്റ് എന്നറിയോ. ഓ ഒരു രക്ഷയില്ലടേ. പിന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. ഇതേപോലുള്ള കിടിലം കുറച്ച് ബിരിയാണി ഐറ്റംസും ഫുഡിൻ്റെ സാധനങ്ങളൊക്കെ എടുത്തിടുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കിട്ടും. ഇപ്പം തന്നെ ചെയ്തു വെച്ചോ. അപ്പോൾ വീഡിയോ ഇടുന്ന കണക്കുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. കിട്ടില്ല ബിരിയാണി, കിട്ടില്ല വേണം. വയറ് നിറഞ്ഞടേ, അത്രയ്ക്ക് ക്വാണ്ടിറ്റി ഉണ്ട്. കഴിച്ചിട്ടും അതാ ഇനിയുണ്ട്. ഉണ്ടല്ലേ കണ്ടെയ്നർ തന്നെ നല്ല വലിയ കണ്ടെയ്നറാണ്. വയറ് നിറഞ്ഞു. പിന്നെ ഫുഡ് നമുക്കിങ്ങനെ വേസ്റ്റായി കളയാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് കഴിച്ച് തീർക്കുന്നു. അങ്ങനെ സംഭവം നമ്മുടെ ബിരിയാണി ഫിനിഷ് ചെയ്തിട്ടുണ്ട്. മുമ്പ് ഫിനിഷ് ചെയ്ത് വീട്ടില്ലാത്ത സാധനം. ഞാനിതൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ട് വരാം, വന്നിട്ട് ബാക്കി പറയാം. അങ്ങനെ ബിരിയാണി കഴിച്ച് തീർത്തു. അപ്പോൾ ബിരിയാണി കഴിച്ച് തീർത്തതിൽ ഇതാണ് ബാക്കി വന്നത്. ഇത് ബീട്രൂട്ട് അച്ചാർ. ഇത് ഞാൻ അച്ചാർ കഴിക്കാത്തത് കൊണ്ടാണ് അത് കഴിക്കാത്തത്. അപ്പോൾ ഞാനത് വീട്ടിൽ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ 170 രൂപയ്ക്ക് ഒരു കിടിലൻ ബിരിയാണി. ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ഒരു അന്യായ ക്വാണ്ടിറ്റി. 2 പീസ് ചിക്കൻ, അതും വലിയ പീസ് ചിക്കൻ തന്നെയാണ്. പിന്നെ മുട്ട, സാലഡ്, ഇതാണ് അച്ചാർ. ബീട്രൂട്ട് അച്ചാറാണ്. അപ്പോൾ ഇതിവിടെ കഴക്കൂട്ടം ടെക്നോ പാർക്കിൻ്റെ അടുത്താണ് ഈ ഒരു ഷോപ്പ് വരുന്നത്. ചായ വഞ്ചി എന്ന് പറയുന്ന ഒരു ഷോപ്പാണ്. അപ്പോൾ സമയം കിട്ടുകയാണെങ്കിൽ ഇങ്ങോട്ടൊക്കെ ഇറങ്ങി ബിരിയാണി അങ്ങ് വെച്ചൊന്ന് കഴിച്ചു നോക്കുക. പിന്നെ ഇവിടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാൻ മറക്കണ്ട. ചെയ്ത് വെച്ചാൽ മാത്രമേ കിട്ടില്ല വീഡിയോസൊക്കെ ഇടുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ മറക്കരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ.